അസ്സലാമു അലൈക്കും. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫാമിലി വരികയാണ്. ഒരു ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, 19 വയസ്സ് പ്രായമുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിക്ക് ഒരു കട്ട പ്രണയമുണ്ട്. ഒരു നിലക്കും ഇവരുമായിട്ട് ഒരു നിലക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു കുടുംബത്തിലെ ഒരു ആണുമായിട്ടാണ് ഈ പെണ്ണിൻ്റെ പ്രണയം. ഒരാണുമായിട്ടാണ് ഈ പെണ്ണിൻ്റെ പ്രണയം. വീട്ടുകാർ ഒരുപാട് പറഞ്ഞു നോക്കി, ക്യാമ്പസിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു നോക്കി. ഒരു നിലക്കും ഈ പെണ്ണ് പിന്മാറാൻ ഒരിക്കലും ഒരുക്കമല്ല. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു തുണ എന്നുള്ള നിലക്കാണ് തങ്ങളുടെ അടുത്തേക്ക് ഈ കുട്ടിയുമായിട്ട് ഈ രക്ഷിതാക്കൾ വരുന്നത്. തങ്ങൾക്ക് ഇവരുടെ മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പരിഹാരം എന്തായിരിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിദില്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, വളരെ കാലോചിതമായ ഒരു വിഷയത്തിലെ പരിഹാരമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. സാധാരണയിൽ പലപ്പോഴും സ്കൂൾ കൗൺസിലിങ്ങിലും അതല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുക്കലേക്ക് പ്രശ്ന പരിഹാരത്തിന് തങ്ങൾ എന്ന രീതിയിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രയാസം അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയക്കാരും ആ മക്കളുടെ പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഒരു കൗമാരപ്രായത്തിൽ, അതായത് ടീനേജ് കഴിയുന്ന ആ ഒരു സമയം 19 എന്ന് പറയുന്ന ടീനേജിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നിൽക്കുന്ന ഒരു കുട്ടി തൻ്റെ സ്കൂൾ ക്യാമ്പസിലുള്ളതോ അതല്ലെങ്കിൽ പുറത്തോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാർഗത്തിലൂടെ സ്വാഭാവികമായും സാധാരണയായ ഒരു വിഷയമായി മാറിയ ഒന്നാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. അത്തരമൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആദ്യമായി പാരൻസിനോട് ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താനുണ്ട്. പാരൻറ്റിങ് എന്ന് പറയുന്നത് 2 രീതിയുണ്ട്. ഒന്ന് പോസിറ്റീവ് പാരൻറ്റിങ് ആണ്, മറ്റൊന്ന് ടോക്സിക് പാരൻറ്റിങ് ആണ്. പാരൻസിനോട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള കാര്യം, മക്കളുടെ വളർച്ചയെക്കുറിച്ച് ഉമ്മ ബാപ്പമാര് ബോധ്യവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. കേവലം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഫീഡിങ് കഴിഞ്ഞ് അവർ പിച്ച വെച്ച് നടക്കുന്ന പ്രായമത്തിലോടുകൂടി അതല്ലെങ്കിൽ സ്കൂളിലേക്ക് ചേർത്തലോടുകൂടെ ഉമ്മ ബാപ്പ വിട്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സല്ല പാരൻറ്റിങ് എന്ന് പറയുന്നത്. മറിച്ച് സദാസമയം ഉമ്മ ബാപ്പമാർ കൃത്യമായി നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ഒരു എവർലാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ പേര് തന്നെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതിൽ പാരൻസ് റോൾ മോഡൽ ആയിരിക്കണം എന്നതെല്ലാം പ്രധാനപ്പെട്ട വിഷയമാണെന്നിരിക്കെ ആദ്യമായി പറയുന്നത്, കൃത്യമായിട്ട് ചെറിയ പ്രായം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം കാണാൻ പറ്റും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, വിഷയം അങ്ങനെ സംഭവിച്ചു, ഇനി എന്ത് ചെയ്യണം? ഈ വന്നിരിക്കുന്നതിൽ ആദ്യമായിട്ട് നമ്മൾ ഈ കുട്ടിയോട് കൃത്യമായിട്ട് റാപ്പോർട്ട് എന്ന് പറയുന്ന സിസ്റ്റമുണ്ട് നമ്മുടെ സൈക്കോളജിയിൽ. എന്ന് പറഞ്ഞാൽ റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ക്ലയൻറ്റും കൗൺസിലറും തമ്മിലൊരു ബന്ധം ബിൽഡ് ചെയ്യണം. അപ്പം അതിന് ഒരു ഇയാളുടെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന തങ്ങളെ മുന്നിൽ, തങ്ങളാണെങ്കിലും അതൊരു കൗൺസിലറെ പോലെ ഫീൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരിടമായിട്ട് അവൾക്ക് നമ്മളൊരു ഫീല് കൊടുക്കണം. അതിന് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഗണനയിലൂടെ അവളുടെ വിഷയങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുകയും ഈ ബന്ധത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉമ്മ ബാപ്പമാർ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എടുത്ത സ്ട്രഗിളിനെ കുറിച്ചുള്ള ബോധ്യം കുട്ടികൾക്ക് കൊടുക്കണം. ഒപ്പം ഒരു കാര്യം പറയാണ്, ഇതൊരു ദിവസം കൊണ്ട് സ്വിച്ച് ഇടുന്നത് പോലെ മാറുന്ന ഒരു വിഷയമല്ല. കൃത്യമായിട്ട് നമ്മൾ നോക്കി അതല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ചെറിയ വിഷയമാണെന്ന ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് പാരൻസിന് കൊടുക്കണം. തങ്ങന്മാരുടെ അടുത്ത് വരുമ്പോൾ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഒന്ന് മന്ത്രിച്ചോതി കൊടുക്കുക, അതല്ലെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുക, ഇതാണ് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല,
പുതിയ കാലത്തെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അതെല്ലാം അവസാനം ഒരു ഹെലസ് കൊടുക്കാം, അതോടൊപ്പം തന്നെ മന്ത്രിച്ചു, അതൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തങ്ങന്മാരാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ അത് അന്യം നിർത്തേണ്ട ഒരു കാര്യം ഒരിക്കലും ആയിട്ടില്ല. ഒപ്പം തന്നെ അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞതുപോലെ ആ കുട്ടിയെ വിളിച്ചിരുത്തി വിഷയങ്ങൾ സംസാരിക്കുകയും ഒപ്പം തന്നെ ഇവള് അത് ഫോൺ വഴിയാകട്ടെ ക്യാമ്പസ് വഴിയാകട്ടെ അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ കാരണങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉമ്മ ബാപ്പമാരെ വിളിച്ചിരുത്തി കുട്ടിയെ ശാസിക്കുന്ന അതല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുന്ന രീതി പുൽകാതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കൃത്യമായിട്ടൊരു ബോധം വരികയും ആ കുട്ടി നമ്മൾ പറയുന്ന വാക്കുകളെ പരിഗണിക്കുകയും ആ വിവേകത്തോടുകൂടെ വികാരത്തിനപ്പുറമുള്ള ഒരു സമയമുണ്ടെന്ന് മനസ്സിലാക്കുകയും വിവേകം ഉണരുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നല്ല ആക്സെപ്റ്റൻസ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്ന വിഷയം സിമ്പിളാണ്, പക്ഷേ വലിയ പ്രയാസമുള്ള കാര്യമാണ്. റാപ്പോർട്ട് എന്ന് പറയുന്ന ഈ കുട്ടിയും അതായത് ഈ ക്ലയൻറ്റും നമ്മളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ ചെറിയ പ്രയാസമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ ഈ ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത്തരം പ്രയാസങ്ങളെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം സദസ്സിന് മുന്നിൽ സാദാത്തുകളുടെ മുന്നിൽ പറഞ്ഞു വെച്ച് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.